കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് KKR തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL 2026-ലെ 51ാമത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ DC 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഈ നിർണായക മത്സരം 2026 മെയ് 8-ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഈ വിജയം KKRന് വളരെ നിർണായകമായിരുന്നു, കാരണം ഇത് അവരുടെ തുടർച്ചയായ 4ാം വിജയമാണ്. ഒപ്പം ഈ IPL സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ ഊർജ്ജം നൽകുകയും ചെയ്തു. അതേസമയം ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിൽ ഇപ്പോഴും മോശം പ്രകടനം തുടരുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളാണ് അവരുടെ മുന്നേറ്റത്തിന് തടസ്സമാകുന്നത്. ടാറ്റ IPL 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ IPL സീസൺ മാർച്ച് 28-ന് തുടങ്ങി മെയ് 31-ന് അവസാനിക്കും. ഇന്ത്യയിലെ വിവിധ വേദികളിലായി 10 ടീമുകളാണ് ഈ വർഷം ആകെ 74 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഈ ടൂർണമെന്റിൽ കളിക്കാനിറങ്ങിയത്. സീസണിന്റെ പകുതിയിൽ നടന്ന ഈ മത്സരത്തിന് ഇരു ടീമുകൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാൻ KKR ലക്ഷ്യമിട്ടപ്പോൾ തങ്ങളുടെ മോശം പ്രകടനം മറികടന്ന് മുന്നോട്ട് വരാനായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ശ്രമം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണർമാരായ പാദം നിസംഗയും KL രാഹുലും ചേർന്ന് പവർ പ്ലേയിൽ 55 റൺസ് അടിച്ചുകൂട്ടി. ടീമിന് വേണ്ടി നിസംഗ ഒരു നിർണായക അർദ്ധ സെഞ്ചുറി നേടിത്തിളങ്ങി. അശുതോഷ് ശർമ്മ 39 റൺസെടുത്ത് മികച്ച പിന്തുണയും നൽകി. എന്നാൽ ഈ തുടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസെടുക്കാനേ ഡൽഹിക്ക് സാധിച്ചുള്ളൂ. KKRന്റെ സ്പിൻ ത്രയമായ അനുകുൽ റോയ്, സുനിൽ നരയൻ, വരുൺ ചക്രവർത്തി എന്നിവർ ഡൽഹിയുടെ റണ്ണൊഴുക്ക് തടയുന്നതിലും മധ്യനിരയെ തകർത്തെറിയുന്നതിലും നിർണായക പങ്കുവഹിച്ചു. നിർണായകമായ ഒരു സ്പെല്ലിൽ നിസംഗയെയും ക്രിസ്റ്റൻ സ്റ്റെപ്സിനെയും പുറത്താക്കിയത് അനുകുൽ റോയ് ആയിരുന്നു. സുനിൽ നരയൻ സമീർ റിസ്വിയെയും പുറത്താക്കി. ഇത് KKRന്റെ ബോളിംഗ് തന്ത്രത്തിന്റെ മികവ് വിളിച്ചോതുന്നു. 2 വിക്കറ്റുകൾ വീഴ്ത്തി കാർത്തിക് ത്യാഗിയും ഡൽഹിയുടെ ഇന്നിംഗ്സിനെ കൂടുതൽ ഒതുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 2025-ൽ അരങ്ങേറ്റം കുറിച്ച് 2026-ലെ IPLനായി ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയ യുവ ഓൾറൗണ്ടർ വിപ്രജ് നിഗം 3 പന്തിൽ നിന്ന് 3 റൺസെടുത്ത് ചുരുങ്ങിയ സമയം മാത്രമാണ് ക്രീസിൽ നിന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നപ്പോൾ അവരെ മുന്നിൽ നിന്ന് നയിച്ചത് ഫിൻ അലന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. ന്യൂസിലാൻഡ് ബാറ്ററായ അലൻ ഡൽഹി ബോളർമാർക്ക് യാതൊരു ദയയും കാണിക്കാതെ തല്ലിത്തകർത്തു. വെറും 47 പന്തിൽ നിന്നാണ് പുറത്താകാതെ 100 റൺസ് നേടിയത്. 10 കൂറ്റൻ സിക്സറുകൾ ആ ഇന്നിംഗ്സിന്റെ പ്രത്യേകതയായിരുന്നു. അലന്റെ ഈ വെടിക്കെട്ട് സെഞ്ചുറി KKRന് വിജയം അനായാസമാക്കി. വെറും 14.2 ഓവറിൽ 8 വിക്കറ്റ് ബാക്കി നിൽക്കെ അവർ വിജയലക്ഷ്യം മറികടന്നു. അലന്റെ ഈ പ്രകടനം അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിക്കൊടുത്തു. ഈ ജയത്തിൽ അലന്റെ നിർണായക പങ്കെടുത്ത് കാണിക്കുന്നതായിരുന്നു ഈ പുരസ്കാരം. കാമറൂൺ ഗ്രീൻ 33 റൺസുമായി മികച്ച പിന്തുണ നൽകി. ഈ വിജയം KKRന്റെ വിജയക്കുതിപ്പ് 4 മത്സരങ്ങളാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല, അവരുടെ നെറ്റ് റൺ റേറ്റും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തി. ഇത് പ്ലേ ഓഫ് സ്ഥാനത്തേക്കുള്ള അവരുടെ ഓട്ടത്തിൽ വലിയ മുന്നേറ്റം നൽകി. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ച് ഈ തോൽവി അവരുടെ ബാറ്റിംഗിലെ സ്ഥിരം തലവേദനകൾക്ക് അടിവരയിട്ടു. നല്ല തുടക്കം കിട്ടിയ ശേഷം കൂട്ടത്തോടെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന അവരുടെ പതിവ് തെറ്റിയില്ല. ശ്രദ്ധേയമായ ഒരു കാര്യം KKRന്റെ ഇതിഹാസ ഓൾറൗണ്ടർ ആൻഡ്രേ റസൽ ഈ മത്സരത്തിൽ കളിച്ചില്ല എന്നതാണ്. വർഷങ്ങളായി KKRനൊപ്പം റസലിന്റെ പേരും എപ്പോഴും കൂടിയുണ്ടായിരുന്നു. 2026-ലെ ലേലത്തിനു മുൻപ് IPLൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ ടീമിന്റെ പവർ കോച്ചായി പുതിയൊരു റോളിലാണ് അദ്ദേഹം.